SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ മാത്രം ഈ വീഡിയോ മുന്നോട്ട് കാണുക. കാരണം അതിനുവേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത്. പലരും പഠിക്കണം എന്ന് പറയുമെങ്കിലും എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇനി പഠിച്ചാലും നമുക്ക് അതിലേക്ക് എത്താനൊക്കെ, ഇതൊന്നും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാറില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ SSLC പരീക്ഷ റിസൾട്ട് വരുന്ന സമയത്ത് ഫ്ലെക്സുകൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നിറഞ്ഞു നിൽക്കാനുള്ള അവസരം ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ചെയ്യേണ്ടത്, അതുപോലെ നമ്മുടെ സ്റ്റഡി പ്ലാൻ പുതുതായിട്ട് വരുന്നവർ എങ്ങനെ അത് ഫോളോ ചെയ്യണം, രണ്ട് കാര്യങ്ങളും പറയാം. ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫെബ്രുവരി 19 മുതൽ നമുക്ക് മോഡൽ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട വിഷയങ്ങളുടെയൊക്കെ ഒരു ചാപ്റ്ററിൻ്റെ വലിയൊരു ഭാഗം നമുക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞാൽ ഇത്തവണത്തെ SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ വാങ്ങുക എന്നുള്ളത് യാതൊരു വിധത്തിലുള്ള പ്രശ്നമായി വരെ നമുക്ക് ഉറപ്പായിട്ടും SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ വാങ്ങിക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം, പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, ഇതിൻ്റെയൊക്കെ പാഠഭാഗം നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും, അങ്ങനെ ഫോളോ ചെയ്ത് വന്നവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പ് പറയുന്നു, മോഡൽ പരീക്ഷയ്ക്ക് വളരെ മുമ്പ് തന്നെ നമ്മൾ എല്ലാ പാഠങ്ങളും കവർ ചെയ്തു. അങ്ങനെ കവർ ചെയ്താൽ നമുക്ക് ഫുൾ A+ ഷുവറാണ്. ഇനി പുതുതായിട്ട് വരുന്നവർ എങ്ങനെയാണ് നിങ്ങളത് ഫോളോ ചെയ്യേണ്ടത് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ Day 1, Day 2, Day 3 എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ടൈം ടേബിൾ അപ്ലോഡ് ചെയ്യുന്നത് പോകുന്നത്. ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ തരിക 1 2 2 ചാപ്റ്റർ അല്ലെങ്കിൽ 3 ചാപ്റ്റർ, ഇത്രയാണ് പഠിക്കാൻ തരിക. അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങൾ എന്ത് ചെയ്യണം, മീൻസ് എങ്ങനെ അതിനെ സമീപിക്കണമെന്ന് ഞാൻ പറയാം. മോഡൽ പരീക്ഷ 19 വരെയാണല്ലോ. ഇന്നിപ്പോൾ ജനുവരി 26 ആയതേ ഉള്ളൂ. 27, 28, 29, 30, 31 5 ദിവസമുണ്ട്. അതുപോലെ മോഡൽ എക്സാമിന് 19 മോഡൽ എക്സാം ഒരു 2 ദിവസം മുമ്പ് ഒരു 17-ാം തീയതി വെച്ച് നിർത്തിക്കോ. അപ്പോൾ 17ഉം 5ഉം 22 ദിവസങ്ങൾ ഇനിയും നിങ്ങളുടെ മുമ്പിലുണ്ട്. നമ്മുടെ സ്റ്റഡി പ്ലാൻ 27 ദിവസം കൊണ്ടാണ് ഈ ഒരു മുഴുവൻ പാഠഭാഗങ്ങളും റിവൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു പാക്കേജ്, ആ ഒരു സ്റ്റഡി പ്ലാൻ ഉള്ളത്. നിങ്ങൾ ഒരു ദിവസത്തെ ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത് ഓൾറെഡി വെച്ചിരിക്കുകയാണ്, 2 ദിവസത്തെ ടൈം ടേബിൾ കവർ ചെയ്യുക. ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം. ഞാൻ Day 1, Day 2 ഈ 2 ദിവസങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്ത ടൈം ടേബിൾ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം എന്ത് ചെയ്യുക, 3-4 ദിവസം ഞാൻ ഏതൊക്കെ പാഠഭാഗമാണോ പഠിക്കാൻ തന്നത് അത് നിങ്ങൾ കവർ ചെയ്യുക. അങ്ങനെ നിങ്ങൾ പഠിത്തം ഒന്ന് സ്പീഡിലാക്കിയാൽ നിങ്ങൾക്കും എന്താകാം, ആ 27 ദിവസത്തെ ടൈം ടേബിൾ മോഡൽ പരീക്ഷയ്ക്ക് മുമ്പ് കവർ ചെയ്ത് തീർക്കാൻ ഒക്കും. അങ്ങനെ മോഡൽ പരീക്ഷയ്ക്ക് മുമ്പ് കവർ ചെയ്ത് കഴിഞ്ഞാൽ മോഡൽ പരീക്ഷ സമയത്ത് ഒന്നുകൂടെ ക്വിക്ക് റിവിഷൻ ചെയ്ത് അടിപൊളിയായിട്ട് മോഡൽ പരീക്ഷ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പേടിക്കേണ്ട മക്കളെ, 10 A+ നിങ്ങൾക്ക് ഷുവറാണ്. SSLC പരീക്ഷ റിസൾട്ട് വരുമ്പോൾ അടിപൊളി മാർക്ക് നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോയ്ക്കകത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്കത് കാണാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിച്ച ഫുൾ A+ലേക്ക്